പുതിയതായി ഓഹരി വിപണിയിലേക്ക് എത്തുന്നവരെ ആകർഷിക്കുന്ന ഒന്നാണ് പെന്നി സ്റ്റോക്കുകൾ. വില കുറഞ്ഞ സ്റ്റോക്കുകൾ വാങ്ങി വേഗത്തിൽ ലക്ഷപ്രഭുക്കളാകാം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിലേറെയും. ഇതിന് പിന്നിലെ സത്യമെന്ത്, ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന കെണികൾ എന്തെല്ലാമാണെന്നാണ് ഇന്ന് ET ടോക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പെന്നി സ്റ്റോക്കുകൾക്ക് പിന്നിലെ മനഃശാസ്ത്രം എന്താണ്? ഒരു സിമ്പിളാണ്. നമ്മുടെ അഫോർഡബിലിറ്റി, ബിഗ് റിട്ടേൺസ്. അഫോർഡബിലിറ്റി എന്ന് പറയുമ്പോൾ ഓഹരി വിപണിയിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ആളുകളുടെ കയ്യിലൊക്കെ പൈസ വളരെ കുറവായിരിക്കും. പലപ്പോഴും എളുപ്പത്തിൽ പൈസക്കാരനാകാം, എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി കടന്നു വരുന്നവരാണ്. അപ്പോൾ കയ്യിൽ ചിലപ്പോൾ 1000, 2000, 5000 ഒക്കെ കാണുള്ളൂ. അപ്പം അവരെന്താ നോക്കുകയെന്നറിയോ, കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെ ഓഹരി കിട്ടും. ഞാൻ കണ്ടിട്ടുണ്ട് പലരും 100 രൂപയെ താഴെയുള്ളത്, 50 രൂപയെ താഴെയുള്ളത് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക. അല്ലാണ്ട് നമ്മൾ വാങ്ങുമ്പോൾ നല്ലത് വാങ്ങണം എന്നുള്ള ചിന്തിക്കുകയല്ല ചെയ്യുക. അവർ മറിച്ച് വില കുറഞ്ഞത് കിട്ടുമോ നോക്കും. അപ്പം ഈ പെന്നി സ്റ്റോക്കുകൾ എവിടെയാണ് ഇമ്പോർട്ടൻ്റായി മാറുന്നത്? അതിൻ്റെ അഫോർഡബിലിറ്റി 5, 10, 15, 20 രൂപയെ കാണുള്ളൂ. അപ്പോൾ അവരെന്താ ചിന്തിക്കുക, എൻ്റെ കയ്യിൽ ഇത്ര പണമുണ്ട്, അപ്പോൾ 1000 എണ്ണം കിട്ടും. സപ്പോസ് നിൻ്റെ കയ്യിൽ 5 രൂപയുടെ ഓഹരി വാങ്ങണം എന്ന് വിചാരിക്കുക, 1000 എണ്ണം വാങ്ങുമ്പോൾ 5000 രൂപയാവുന്നു. അപ്പോൾ അവർ സ്വപ്നം കാണുന്നത് എന്താണെന്ന്, ഈ 5 നാളെ 10 ആവും, അപ്പോൾ എൻ്റെ 5000 10,000 ആവും, അപ്പം പണം ഇരട്ടിയാവും. അപ്പോൾ ഈ ഒരു ബിഗ് റിട്ടേൺ സ്വപ്നം കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഇനിയിപ്പോൾ ഡബിളായില്ല എന്ന് വിചാരിക്കാം, ഇത്രയും നമ്പർ ഉള്ളത് കൊണ്ട് ഒരു ചെറിയ ചേഞ്ച് പോലും നല്ല പണം കൊടുക്കുമെന്നൊരു സ്വപ്നം കാണും. ഉദാഹരണത്തിന് 5 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഓഹരി 50 പൈസ കൂടിയെന്ന് കരുതുക. അപ്പോൾ എത്ര കിട്ടി? 500 രൂപ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ 5000 കൊണ്ട് 500 രൂപ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? അത് കുറഞ്ഞ ദിവസം കൊണ്ട്. അപ്പോൾ അവരങ്ങനെ ചിന്തിക്കുക, ഇതിപ്പം ഓഹരി വിപണിയിൽ എന്തായാലും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഒന്ന് ലേശം പൊന്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വിറ്റ് കഴിഞ്ഞാൽ അത്രയും നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ അത്രയും നമ്പർ ഉള്ളതുകൊണ്ട് അത്രയും പൈസ കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു സംഗതിയാണുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ഓഹരി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇതിക്ക് ലോജിക്കും അനാലിസിസും ഉപയോഗിച്ചാണ് നമ്മൾ നല്ലൊരു ഓഹരി പിക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു പുതിയ അല്ലെങ്കിൽ പുതുമുഖം, ഓഹരി വിപണിയിലേക്ക് കടന്നു വരുന്നൊരു പുതുമുഖം പലപ്പോഴും ഇത്തരം പെന്നി സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ കാരണം ഇമോഷനും അതുപോലെ ഗ്രീഡുമാണ്. എളുപ്പത്തിൽ പണക്കാരനാവണമെന്ന ഗ്രീഡും, പിന്നെയോ ഇതിങ്ങനെ പോയാൽ അങ്ങനെയാകുമല്ലോ എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇമോഷൻ്റെ പുറത്താണ്, ആ ഗ്രീഡിൻ്റെ പുറത്താണ് അവനത് ആ തീരുമാനം എടുക്കുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു ഇല്യൂഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു മായാ ലോകമാണ്, ഒരു മായാ കാഴ്ച മാത്രമാണ്. ഇത് റിയൽ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഗ്രീഡ് തന്നെയാണ്, പെട്ടെന്ന് പണക്കാരനുള്ള ആഗ്രഹം തന്നെയാണ് ഈ ഇത്തരം അഫോർഡബിലിറ്റി ആൻഡ് ബിഗ് റിട്ടേൺ. ഇത് തന്നെയാണ് അതിന് കാരണം. എന്തുകൊണ്ടാണ് തുടക്കക്കാർ ഇതിലേക്ക് കൂടുതലായി ആകർഷിക്കപ്പെടുന്നത്? പലപ്പോഴും പണം, പെട്ടെന്ന് പണക്കാരനാവണം എന്നുള്ള ആഗ്രഹം എല്ലാവരും ഉണ്ട്. എങ്ങനെയും കുറച്ച് പണം കിട്ടണം. ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ യൂത്തൊക്കെ ആണെങ്കിൽ അവർ പലപ്പോഴും സ്വപ്നം കാണുന്നത് ലോട്ടറി അടിച്ച് പൈസക്കാരനാകുന്നതോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ രീതിയിൽ പെട്ടെന്ന് പണക്കാരനാവുന്നതാണ് ഇവരൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നത്. അപ്പോൾ ലോട്ടറി എന്ന് പറയുന്ന സാധനം തന്നെയാണ് വാസ്തവത്തിൽ പരിധിവരെ ഈ പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം. കിട്ടിയാൽ കിട്ടി. അപ്പോൾ ഇപ്പോൾ ഈ 1000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ലോട്ടറി എടുക്കുമ്പോൾ എത്ര ആൾക്ക് അടിക്കും? 4-5 ആളുകൾക്ക് അടിക്കും. പെന്നി സ്റ്റോക്ക് അതുപോലെ തന്നെയാണ്. പെട്ടെന്ന് പണക്കാരനാകണമെന്ന ആഗ്രഹം എല്ലാവരുടെ മനസ്സിലുണ്ട്. ഈ ആഗ്രഹത്തിൻ്റെ ഒരു ആഗ്രഹം നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പലപ്പോഴും പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ടിപ്സ്, ട്രിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ എഴുതുന്നുണ്ട്. ഈ ഓഹരി വാങ്ങിയാൽ 10 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെയാവും, അല്ലെങ്കിൽ അന്ന് ഈ ഓഹരി വാങ്ങിയവൻ ഇന്ന് കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുതുമുഖങ്ങളെ ആകർഷിക്കുന്ന പല ഗിമ്മിക്കുകളും പല സന്ദേശങ്ങളും ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. പുതുതലമുറ അല്ലെങ്കിൽ താരതമ്യേന വലിയ അറിവൊന്നുമില്ലാതെ ഓഹരി വിപണിയിലേക്ക് കടന്നു വരുന്നവരെല്ലാവരും ഇത്തരം ട്രാപ്പിലേക്ക് പെട്ടെന്ന് വീഴും. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ കൂട്ടുകാരനെ പറയും, ഞാൻ അന്ന് അത് വാങ്ങി ഇത്രയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട്സിൻ്റെ ഈ ഒരു ബോസ്റ്റിംഗ് ഉണ്ടല്ലോ, ഈ ബോസ്റ്റിംഗ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവനെ ഏതോ ചാത്തൻ്റെ ഭാഗ്യം കൊണ്ട് ആ ഒരു സ്റ്റോക്ക് വർക്കായി പോയതാണ്. അപ്പോൾ അത് കേട്ടിട്ട് അവന് അതിൻ്റെ ഇടയിൽ 10-15 നഷ്ടമായിട്ടുണ്ടാവും. അവനൊന്നും മിണ്ടൂല, ഞാനിത് വാങ്ങി ഇത്രയ്ക്ക് വിറ്റു എന്ന് മാത്രം പറയുമ്പോൾ ആ ഒരു ഇതിൽ പോവും. ശരിക്കും പറഞ്ഞാൽ പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ലോട്ടറിയാണ്. ലോട്ടറി നമുക്ക് ആ ലോട്ടറി അടിച്ചില്ലെങ്കിൽ പോയി, ആ രീതിയിലാണ്. നമ്മൾ ഗ്രീഡാണ് നമ്മൾ നയിക്കുന്നത്. പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലിയർ ലോട്ടറിയാണ്. ഇതിന് പിന്നിലെ ട്രാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇത്തരം കമ്പനികളെക്കുറിച്ച് നമുക്ക് യാതൊരു വിവരവുമില്ല.
ഈ കമ്പനികൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ ഫിനാൻഷ്യൽസിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ ഗവേണൻസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഇതിന് ഈ കമ്പനികളെക്കുറിച്ചുള്ള യാതൊരു ഡാറ്റയും നമുക്ക് ലഭ്യമല്ല. ഇനി ലഭ്യമായ ഡാറ്റ വെച്ചിട്ട് നമുക്കൊരു നിഗമനത്തിലെത്താനും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ പെന്നി സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയോ ആരൊക്കെയോ കുറേ രഹസ്യങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അതേസമയത്ത് ചില ഓപ്പൺ ഡാറ്റകളുണ്ട്. ഈ ഓപ്പൺ ഡാറ്റ വെച്ച് നമുക്ക് ഒരു സ്ട്രോങ് ആയ തീരുമാനം എടുക്കാൻ പറ്റില്ല. വേറെ ഇതിൽ പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓഹരികളാണ് ഈ പെന്നി സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 5 രൂപയുള്ള ഓഹരി. അപ്പം ക്രിസ്റ്റ്യൻ ഇപ്പം ഒരു ഫിൻ ഇൻഫ്ലുവൻസർ ആണെന്ന് കരുതുക. ഞാൻ പറയുന്നത് ഈ സെബി രജിസ്റ്റേർഡ് ഇൻഫ്ലുവൻസർ ഒന്നുമല്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഇപ്പം അടുത്ത കാലത്ത് ഒരു ഗുജറാത്തിലുള്ള ഒരു ഫിൻ ഇൻഫ്ലുവൻസർ വാർത്ത വായിച്ചിരുന്നു. ആ വാർത്ത എന്തായിരുന്നു അറിയോ? ആ ഫിൻ ഇൻഫ്ലുവൻസർ 100 കോടിയോ മറ്റോ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടും മറ്റൊക്കെ. വെറും 12 ലക്ഷം മാത്രമേ ആകെ ആ ഫിൻ ഇൻഫ്ലുവൻസർ ഓഹരിയിൽ നിക്ഷേപിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ക്ലാസ്സും ആളുകൾക്ക് ടിപ്സും ട്രിക്സും കൊടുത്തിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന കോടികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ സപ്പോസ് അതിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇത്തരം ചെറിയ ഓഹരികൾ എനിക്ക് വളരെ വേഗത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ക്രിസ്റ്റീന വേറെ ആൾ പറയുന്നു, ഈ ഓഹരി 5 രൂപയ്ക്ക് വാങ്ങിയാൽ ഇത് ഒരു ആഴ്ച കൊണ്ട് 6 രൂപയാവും എന്ന് പറയുന്നു. അപ്പോൾ ക്രിസ്റ്റീനയുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. അപ്പോൾ ക്രിസ്റ്റീന എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ പണം അതിലേക്ക് ഇറക്കിയാൽ മതി. അപ്പോൾ ക്രിസ്റ്റീന ഈ പണം ഇറക്കുമ്പോൾ, കാരണം അത്രയും ചെറിയ എമൗണ്ടാണ് ഉള്ളത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്റ്റീനയ്ക്ക് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 5 എന്നുള്ളത് 5.5-ലേക്കൊക്കെ പോകുമ്പോൾ ആളുകൾ മനസ്സിലാക്കും ഇയാൾ പറയുന്നത് ശരിയാണ്, ഇത് പോകുന്നുണ്ട്. അപ്പം വന്നിട്ട് ചെറുകിട നിക്ഷേപകർ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഇതിലേക്ക് പണം ഇറക്കും. അപ്പോൾ ഈ ചെറുകിട നിക്ഷേപകർ പണം ഇറക്കുമ്പോൾ ഈ 5.5 ഇത് എവിടേക്ക് എത്തും, 6-ലേക്ക് എത്തും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വിറ്റിങ്ങോട്ട് പോരും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 1 രൂപ വെച്ച് കിട്ടി. അപ്പോൾ സപ്പോസ് ഞാൻ 1 കോടി യൂണിറ്റ്, അത്രയൊന്നും ഉണ്ടാവില്ല എങ്കിൽ ഞാൻ പറയണം 1 ലക്ഷം യൂണിറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 1 രൂപ കിട്ടി. ആകെ ഞാൻ അത് ചെയ്തിരിക്കുന്ന ഒരു ടിപ്സ് ടെലിഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും വിട്ടു. ആ ടിപ്സ് കൊടുക്കുന്നതിന് അവരോട് പൈസ വാങ്ങിയിട്ടുണ്ട്. അതൊരു ഭാഗത്ത്. മറിച്ച് ഞാൻ ആ ടിപ്സ് എന്ത് ചെയ്ത് ക്യാഷാക്കി മാറ്റി. അപ്പം പെന്നി സ്റ്റോക്കുകൾ പ്ലേ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അല്ലെങ്കിൽ പമ്പ് ആൻഡ് ഡംപ് തിയറിയാണ് അവിടെ നടക്കുന്നത്. എനിക്കെന്ത് ചെയ്യാം, നമുക്ക് പണം പമ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിണ്ടാതിരുന്നാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണം നമുക്ക് ഇങ്ങോട്ട് പിൻവലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടും. ഇതൊന്നും അറിയാതെ പാവം ചെറുകിട നിക്ഷേപകർ വന്നിട്ട് അയാൾ പറഞ്ഞ് ശരിയാണ്, ആ ഓഹരി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ അതിൽ കൊണ്ടുപോയിടും. ഈ കൊണ്ടുപോയി ഇടലാണ് ആർക്ക് വേണ്ടത്, ഈ ടിപ്സ് കൊടുക്കേണ്ട ആളുകൾക്ക് വേണ്ടത്. അവർ തീർച്ചയായിട്ടും ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോരും. അപ്പോൾ സ്വാഭാവികമായിട്ട് പൈസ കിട്ടും. ശരിക്കും പെന്നി സ്റ്റോക്കിലൂടെ ആർക്കെങ്കിലും പണം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഈ ലോട്ടറി അടിക്കില്ല എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? നമ്മൾ ലോട്ടറി അടിക്കുമല്ലേ? ലോട്ടറി അടിക്കും. എല്ലാവർക്കും അടിക്കില്ലല്ലോ, ഇല്ല. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ചെറിയൊരു നമ്പറിന് നമ്മൾ 1 ലക്ഷം ആളുകളോ മറ്റോ 1 കോടി ആളുകൾ ലോട്ടറി വാങ്ങിയാൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ അടിക്കുള്ളൂ. അതിനർത്ഥം ലോട്ടറി അടിക്കില്ല എന്നല്ലല്ലോ, ലോട്ടറി അടിക്കുന്നുണ്ട്. അതുപോലെ പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് പരിപൂർണമായിട്ടും പെന്നി സ്റ്റോക്ക് ക്ലിക്ക് ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല ഓഹരി കണ്ടെത്തുന്നത്? നമ്മൾ നല്ല ഓഹരി കണ്ടെത്തുന്നത് കുറേ റിസർച്ച് നടത്തിയിട്ടാണ്. അതുപോലെ നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ തിങ്ങുകളും അതിൻ്റെ ഫണ്ടമെൻ്റൽ തിങ്ങുകളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു നല്ല ഓഹരിയാണെന്ന് തീരുമാനത്തിലെത്തുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? ഒരു പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലിക്ക് ആവാനുള്ള സാധ്യത ഒരു ലോട്ടറി അടിക്കുന്ന പോലെയാണ്. പക്ഷേ എക്സ്ട്രീംലി റിസ്ക്കിയാണ്. ഒരു ഭാഗത്ത് നമുക്ക് ഒരു 1000-കണക്കിന് പെന്നി സ്റ്റോക്കുകളുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഓഹരിയോ 2 ഓഹരിയോ ക്ലിക്ക് ആയേക്കാം. പക്ഷേ ബഹുഭൂരിഭാഗം ഓഹരികളും ക്ലിക്കാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതുമുഖങ്ങൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ ഓഹരി നല്ലതാണോ, ഈ ഓഹരി വാങ്ങാൻ പാടുമോ, അല്ലെങ്കിൽ ഈ ഓഹരിയുടെ പിറകിലുള്ള ആളുകൾ ആരൊക്കെയാണ്, ഇതിൻ്റെ ടെക്നിക്കലിയും ഫണ്ടമെൻ്റലിയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതുമുഖങ്ങൾ അല്ലെങ്കിൽ പുതിയ നിക്ഷേപകർ ഇതിലേക്ക് അല്ലെങ്കിൽ പെന്നി സ്റ്റോക്കിലേക്ക് ആ ഒരു കെണിയിലേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. ഇവന് ആരെങ്കിലും പറയുന്നത് കേട്ടാണ് പെന്നി സ്റ്റോക്ക് വാങ്ങുക. അപ്പോൾ ഏതെങ്കിലും 1-2 പെന്നി സ്റ്റോക്കുകളൊക്കെ വർക്കായേക്കാം. പക്ഷേ നമുക്ക് ഒരു പൊതുവായി പറയുമ്പോൾ പെന്നി സ്റ്റോക്കുകൾ പുതിയ നിക്ഷേപകർക്ക് ശരിക്കും ഒരു ട്രാപ്പാണ്, ഒരു സ്പെക്കുലേഷനാണ് നടക്കുന്നത്. ഒരു ഊഹക്കച്ചവടം തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടെ ശാസ്ത്രീയത ഒന്നുമില്ല. അവിടെ ആകെ ഒരു ലക്ഷ്യമുള്ളൂ, പണം ഉണ്ടാക്കണം. ഗ്രീഡ് മാത്രമേ അവിടെയുള്ളൂ പെന്നി സ്റ്റോക്കുകളിൽ പുതിയ നിക്ഷേപകർ പോയി വാങ്ങുമ്പോൾ.
അപ്പോൾ നമുക്ക് പരിപൂർണമായിട്ട് നോ പറയാൻ പറ്റില്ല. അതേ സമയത്ത് എക്സ്ട്രീംലി റിസ്ക്കാണ്. ശ്രദ്ധിച്ച് വാങ്ങാൻ പുതിയ നിക്ഷേപകർക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത്, പുതിയ നിക്ഷേപകർ പലപ്പോഴും ഇത്തരം വില കുറവ് കണ്ട് അതിൽ പ്രലോഭിപ്പിക്കപ്പെട്ട് അങ്ങോട്ട് പോകാതിരിക്കുന്നതിനെയാണ് നല്ലത്. അപ്പോൾ എന്താണ് ശരിയായിട്ടുള്ള മാർഗം? ഫോക്കസ് ഓൺ ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അത്തരം സംഗതികൾ ഉദാഹരണം പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ 5 രൂപയുടെ ഇതിലേക്ക് ഇതിന് പോവാം. 5 രൂപയുടെ ഒരു പെന്നി സ്റ്റോക്ക് വാങ്ങിയ ഒരാൾ, അയാളുടെ കയ്യിൽ ആകെ എങ്ങനെയൊക്കെയോ സ്വരൂപിച്ചെടുത്ത ഒരു 5000 രൂപയുള്ളത്. ഈ 5000 രൂപ അയാൾ സ്വപ്നം കാണുന്നത് ഇത് 5-10 ആകുമെന്നും എനിക്ക് 5000 രൂപ പ്രോഫിറ്റ് കിട്ടുമെന്നാണ്. പക്ഷേ അതിനേക്കാളും സാധ്യത കൂടുതലുള്ളത് ഈ 5 1 ആവാനാണ്. അപ്പോൾ എന്ത് നടക്കും? ഇയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 5000 രൂപ അതിൽ 4000 നഷ്ടമാവും. 1000 രൂപ അയാളുടെ കയ്യിൽ കാണുള്ളൂ. ഇതോടെ അയാൾക്ക് മാർക്കറ്റിനോട് ആകെ വെറുത്തു പോകും. കാരണം പുതിയ ആളുകൾ കാര്യങ്ങൾ പഠിക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് പൈസയായിട്ട് വരുമ്പോൾ പെന്നി സ്റ്റോക്കുകൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ 5, 4, 3 ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി ഓപ്പോസിറ്റ് വർക്കാകും. നേരത്തെ 1000 എണ്ണം ഉള്ളത് കൊണ്ട് 50 പൈസ കൂടുമ്പോൾ എനിക്ക് 500 കിട്ടുമെന്ന് പറഞ്ഞു. അതേ തിയറി വരുമ്പോൾ 1000 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ 50 പൈസ കുറയുമ്പോൾ 500 പോവുകയും ചെയ്യും. അപ്പോൾ ആ പോകുന്നതിൻ്റെ പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നല്ല ഫണ്ടമെൻ്റലി ടെക്നിക്കലി സ്ട്രോങ് ആയ നല്ല ഓഹരിയിൽ പണം നിക്ഷേപിക്കുന്നത് തന്നെയാണ് നല്ലത്. വാല്യൂവിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. നല്ല കമ്പനികൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല കമ്പനികൾ വാങ്ങാൻ നമ്മളെ കയ്യിൽ ഇപ്പോൾ പണമില്ലെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലോ ETF-ലോ ഇടുന്നതാണ്, ഇൻഡെക്സ് ഫണ്ടിലോ ഒക്കെ ഇടുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ പോയിട്ട് ഓഹരി തന്നെ ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പം പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള വിപണിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ തുടക്കത്തിൽ കയ്യിൽ വേണ്ടത്ര പണമില്ലെങ്കിൽ ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF പോലുള്ള കാര്യങ്ങളിലൂടെ നിക്ഷേപിച്ച് വിപണിയെക്കുറിച്ച് പഠിച്ച് പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി പണം സ്വരൂപിച്ച് നമുക്ക് നല്ല നല്ല ഓഹരികൾ വാങ്ങി അതിൽ നിക്ഷേപിക്കാൻ തുടങ്ങാം. എന്തായാലും കുറുക്ക് വഴികളിലൂടെ പോകുന്ന അത് അത്ര നല്ല കാര്യമല്ല. നമുക്ക് പോകേണ്ടത് ഒരു ലോങ് വിഷനോടുള്ള ഗ്രോത്താണ് നമുക്ക് വേണ്ടത്. എപ്പോഴും നിക്ഷേപം നടത്തുമ്പോൾ അത് ഏത് നിക്ഷേപമായാലും, അത് ബിസിനസ് ആയാലും നമ്മുടെ എന്ത് കാര്യത്തിലായാലും കുറുക്ക് വഴി ഒന്നിനും പരിഹാരമല്ല. ലോങ് വിഷനോടുകൂടി കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പെന്നി സ്റ്റോക്ക് എന്നത് ഒരു പ്രലോഭനം തന്നെയാണ്. പലപ്പോഴും അത് ആട്ടിൻതോലിട്ട ചെന്നായാണെന്ന് പറയാം. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ബുദ്ധിപരമായി നീങ്ങുകയും കാര്യങ്ങൾ പഠിക്കുകയും വേണം. ഇല്ലെങ്കിൽ കെണിയിൽ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.